നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. യുദ്ധവും ഉപരോധവും മൂലം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായ ഇറാൻ കൂടുതൽ കുഴപ്പത്തിലേക്ക്. സമവായത്തിന് ഇനിയും സന്നദ്ധമാകാത്ത ഇറാനെതിരെ അതികഠിനമായ പുതിയ ഉപരോധങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനെതിരെ നേരിട്ട് മാത്രമല്ല, ഏതെങ്കിലും രീതിയിൽ ഇറാനെ സഹായിക്കാനോ ഇടപാടുകൾ നടത്താനോ ഏതെങ്കിലും ഒരു രാജ്യം മുതിരുകയാണെങ്കിൽ അവർക്കെതിരെ കടുത്ത ഉപരോധം ഉണ്ടാകുമെന്നാണ് യുഎസിന്റെ മുന്നറിയിപ്പ്. ഒരു കരാറിലെത്താൻ തന്നേക്കാൾ വലിയൊരു അവസരം മറ്റാരും അവർക്ക് ഇതുവരെ നൽകിയിട്ടില്ല. നിർഭാഗ്യവശാൽ ആ അവസരം പ്രയോജനപ്പെടുത്തുന്നതിൽ അവർ പരാജയപ്പെട്ടു. അഭൂതപൂർവമായ സാമ്പത്തിക യുദ്ധവും ഒറ്റപ്പെടുത്തലുമായിരിക്കും തന്റെ പുതിയ നീക്കമെന്ന് ട്രംപ് പറയുന്നു. അവരുടെ നാവികസേന തകർന്നു, വ്യോമസേന നശിപ്പിക്കപ്പെട്ടു, സൈനിക ഫാക്ടറികൾ അവശിഷ്ടങ്ങളായി മാറി, അവരുടെ കറൻസിക്ക് മൂല്യമില്ലാതായി. ആ രാജ്യം തന്നെ തകർച്ചയുടെ വക്കിലാണ്. ഇതൊരു നിർണായക സാമ്പത്തിക പോരാട്ടമായിരിക്കുമെന്ന് ട്രംപ് വ്യക്തമാക്കുന്നു. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യൽ പോസ്റ്റിൽ മുഴുവൻ വലിയ അക്ഷരങ്ങളിലാണ് ട്രംപ് ഇറാനുള്ള മുന്നറിയിപ്പ് പ്രസിദ്ധീകരിച്ചത്. ഏതൊരു രാജ്യത്തിനെതിരെയും ഇതുവരെ സ്വീകരിച്ചിട്ടുള്ളതിൽ ഏറ്റവും കടുത്ത സാമ്പത്തിക നടപടി തുടങ്ങുക ആയിരുന്നു പ്രഖ്യാപനം. എന്നാൽ കൂടുതൽ വിവരങ്ങൾ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുമില്ല. ഏതൊക്കെ രാജ്യങ്ങളെയാണ് ലക്ഷ്യമിടുന്നതെന്നും സൂചിപ്പിച്ചിട്ടില്ല. ഇറാനുമായുള്ള എല്ലാ വ്യാപാരങ്ങളും നിർത്തിവെച്ചതായി UAE പ്രഖ്യാപിച്ചതിനു തൊട്ടു പിന്നാലെയാണ് ട്രംപിന്റെ മുന്നറിയിപ്പ് കൂടി വന്നത്. ഏതൊക്കെ രാജ്യങ്ങൾക്കെതിരെയാണ് നടപടിയെന്ന് ട്രംപ് പേരെടുത്ത് പറഞ്ഞില്ലെങ്കിലും ആ രാജ്യങ്ങൾക്ക് അതറിയാം എന്ന് പരാമർശിച്ചു. യുദ്ധം ആരംഭിക്കുന്നതിന് മുൻപ് ചൈന, തുർക്കി, ജർമ്മനി, ദക്ഷിണ കൊറിയ, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളായിരുന്നു ഇറാന്റെ പ്രധാന വ്യാപാര പങ്കാളികൾ. ഇറാനെ ഒറ്റപ്പെടുത്താനും പരാജയപ്പെടുത്താനും എല്ലാ സഖ്യകക്ഷികളും അമേരിക്കയ്ക്കൊപ്പം നിൽക്കണമെന്ന് ട്രംപ് ആവശ്യപ്പെട്ടു. ഇറാനെ ഒരിക്കലും ആണവായുധം നിർമ്മിക്കാൻ അനുവദിക്കില്ലെന്നും പറഞ്ഞിട്ടുണ്ട്. അമേരിക്കയുടെ കുതിച്ചുയർന്ന കടത്തിൽ നിന്നും പലിശ നിരക്കിൽ നിന്നും ശ്രദ്ധ തിരിക്കാനുള്ള ഒരു വെറും നീക്കം മാത്രമാണ് US പ്രസിഡന്റ് ട്രംപ് നടത്തുന്നതെന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി പറയുന്നത്. പരാജയപ്പെട്ട നയങ്ങൾ വീണ്ടും നടപ്പിലാക്കുന്നത് അമേരിക്കയെ കൂടുതൽ പരാജയങ്ങളിലേക്ക് മാത്രമേ നയിക്കൂ എന്നും അരാഗ്ചി പറയുന്നു. USന്റെ സാമ്പത്തിക ഭീകരവാദം ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്കും രാജ്യങ്ങളുടെ പരമാധികാരത്തിനും ഭീഷണിയാണെന്നും അബ്ബാസ് അരാഗ്ചി എക്സിൽ പ്രതികരിച്ചു. ഫെബ്രുവരി അവസാനം അമേരിക്കയും ഇസ്രയേലും ഇറാനെതിരെ ആരംഭിച്ച യുദ്ധത്തിന് പിന്നാലെ നിലവിൽ വന്ന 60 ദിവസത്തെ വെടിനിർത്തൽ തിങ്കളാഴ്ച അവസാനിച്ചതിനു പിന്നാലെയാണ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇറാനുമായുള്ള സംഘർഷം ഏതെങ്കിലും രീതിയിൽ പരിഹരിക്കപ്പെടുന്നതിൻ്റെ യാതൊരു നീക്കങ്ങളും ഇപ്പോൾ കാണുന്നുമില്ല. ഏപ്രിലിൽ തുടങ്ങിയ ഓപ്പറേഷൻ ഇക്കണോമിക് ഫ്യൂറി എന്ന ഉപരോധ നീക്കത്തിന്റെ തുടർച്ചയാണ് ട്രംപിന്റെ പുതിയ പ്രഖ്യാപനം. ഇറാനുമായി വ്യാപാരം നടത്തുന്ന വിദേശ ബാങ്കുകൾക്കും കമ്പനികൾക്കും ഉപരോധം ഏർപ്പെടുത്തുന്നതായിരുന്നു ഇതിന്റെ പ്രധാന ലക്ഷ്യം. ധനകാര്യ സ്ഥാപനങ്ങൾ, ബിസിനസ്സുകൾ, വിമാനത്താവളങ്ങൾ, സർക്കാർ സ്ഥാപനങ്ങൾ എന്നിവയിലൂടെ ഇറാന് ഏതെങ്കിലും തരത്തിലുള്ള പിന്തുണയോ സഹായമോ നൽകുന്ന രാജ്യങ്ങളെയെല്ലാം ട്രംപ് ലക്ഷ്യമിടുന്നുണ്ട്. ഈ രാജ്യങ്ങൾക്കെതിരെ എന്തു നടപടിയാണ് വരിക എന്നതും അമേരിക്കൻ ഭരണകൂടം വ്യക്തമാക്കിയിട്ടില്ല. എണ്ണക്കടത്ത്, സ്വാപ്പ് ലൈനുകൾ, പണമിടപാടുകൾ, എക്സ്ചേഞ്ച് ഹൗസുകൾ, കപ്പൽ രജിസ്ട്രേഷനുകൾ, വ്യാജ കമ്പനികൾ ഇവയെല്ലാം ഉടൻ തന്നെ അവസാനിപ്പിക്കണം. ആരൊക്കെയാണ് ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് തന്നെ നന്നായി അറിയാമെന്നാണ് ട്രംപ് മറ്റു രാജ്യങ്ങളോടായി പറയുന്നത്. അമേരിക്കയുടെ സഖ്യരാജ്യമായ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ഇറാനുമായുള്ള എല്ലാ സാമ്പത്തിക വ്യാപാര ബന്ധങ്ങളും നിർത്തുകയാണ് എന്ന് പ്രഖ്യാപിച്ചതിന് തൊട്ടടുത്ത ദിവസമാണ് ട്രംപിന്റെ പുതിയ പ്രഖ്യാപനം ഉണ്ടായത്. ഇറാനിൽ നിന്നുണ്ടായ പുതിയ മിസൈൽ ഭീഷണിയെ തുടർന്നായിരുന്നു UAEയുടെ കടുത്ത തീരുമാനം. ഇറാനിൽ നിന്ന് കടൽ ഗതാഗതത്തെ ലക്ഷ്യമിട്ട് 2 ബാലിസ്റ്റിക് മിസൈലുകൾ അയച്ചതായും അവ കടലിൽ പതിച്ചതായും UAE പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിരുന്നു. UAE നിലപാട് കടുപ്പിച്ചതോടെ UAEയെ ആക്രമിച്ചത് തങ്ങളല്ലെന്ന വിശദീകരണവുമായി ഇറാൻ. മിസൈൽ ആക്രമണ ശ്രമം ഉണ്ടായതിന് പിന്നാലെ ഇറാനുമായുള്ള വ്യാപാര, വാണിജ്യ, സാമ്പത്തിക ഇടപാടുകൾ UAE നിർത്തി. ഹോർമുസിലെ അനിശ്ചിതത്വം നീളുന്നതു കാരണം ക്രൂഡ് ഓയിൽ വില ജൂലൈക്ക് ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിലയിലെത്തി. ചർച്ചകളിൽ തീരുമാനമില്ലാത്ത സ്ഥിതിക്ക് ഇറാനുമേൽ സാമ്പത്തിക സമ്മർദ്ദം കൂട്ടാനും ചർച്ചകൾ നിർത്തിവെക്കാനുമാണ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശമെന്നാണ് റിപ്പോർട്ടുകൾ. ജൂലൈ 12-ന് ശേഷമുള്ള ആദ്യ ആക്രമണ ശ്രമമാണ് ഇന്നലെ UAEയിലേക്ക് ഉണ്ടായത്. നാവിക ഗതാഗത സംവിധാനങ്ങളെ ലക്ഷ്യം വെച്ചെത്തിയ 2 മിസൈലുകൾ തകർത്തു. ഇറാനുമായി എല്ലാ വ്യാപാര, വാണിജ്യ, സാമ്പത്തിക വിനിമയങ്ങളും നിർത്തിവെച്ചതായി ഇതോടെ UAE അറിയിച്ചു. ആക്രമണം തങ്ങൾ നടത്തിയതല്ലെന്ന് ഇറാൻ വിശദീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇസ്രയേൽ നടത്തിയ തെറ്റിദ്ധരിപ്പിക്കൽ ആക്രമണമാകാമെന്നാണ് വാദം. ഹോർമുസിൽ തീരുമാനം നീളുന്നതാണ് ലോകത്തെ സമ്മർദ്ദത്തിലാക്കുന്ന മറ്റൊരു വിഷയം. ഇന്നലെ UAEക്ക് നേരെ ആക്രമണ ശ്രമം കൂടിയായതോടെ എണ്ണവില കുത്തനെ കൂടി. ജൂലൈക്ക് ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിലയിലെത്തി.
ഹോർമുസ് തുറക്കുന്നതിൽ ഇറാന്റെ ഉപാധികൾ അമേരിക്ക അംഗീകരിക്കുന്നത് കാത്തിരിക്കുകയാണ് ഇറാൻ. ഹോർമുസിൽ ഇറാനും ഒമാനും ചേർന്ന് തീരുമാനമെടുത്തിട്ടും പ്രഖ്യാപിക്കാതെ ആഴ്ചകളായി നീട്ടുകയാണ്. ഇറാനുമേൽ ഒരേ സമയം സാമ്പത്തിക സമ്മർദ്ദം കൂട്ടാനും സൈനിക നടപടി സാധ്യതകൾ നിലനിർത്താനുമാണ് ശ്രമമെന്നാണ് റിപ്പോർട്ടുകൾ. സാമ്പത്തിക ഉപരോധത്തിൽ വലഞ്ഞ് ഗത്യന്തരമില്ലാതെ ഇറാൻ സ്വമേധയാ ചർച്ചകളിലേക്ക് എത്താനായി പുതിയ നിർദ്ദേശം വരുന്നതുവരെ ചർച്ചകൾക്ക് മുൻകൈയെടുക്കേണ്ടെന്നാണ് ട്രംപ് നിർദ്ദേശം നൽകിയിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. അതേസമയം മേഖലയിൽ ഇനി അമേരിക്കയില്ലാതെ പുതിയ ക്രമമാണ് വരാൻ പോകുന്നതെന്നും അതിൽ പ്രധാന റോൾ ഇറാനായിരിക്കുമെന്നും അവകാശപ്പെടുകയാണ് ഇറാൻ. ഇറാനിയൻ സ്ഥാപനങ്ങൾ ദുബായിലെ ധനകാര്യ സംവിധാനത്തെ ദീർഘകാലമായി ഉപയോഗിച്ചു വരുന്നുണ്ട് എന്ന് പറയുന്നു. എക്സ്ചേഞ്ച് ഹൗസുകളും കടലാസ് കമ്പനികളും വഴി പണം കൈമാറാനാണ് പ്രധാനമായും ഈ സംവിധാനങ്ങൾ ഉപയോഗിച്ചിരുന്നത്. അതേസമയം UAEയുടെ പ്രഖ്യാപനത്തിനെതിരെ കടുത്ത ഭാഷയിൽ തന്നെയാണ് ഇറാനും പ്രതികരിക്കുന്നത്. അമേരിക്കൻ സേനയ്ക്ക് ഏതെങ്കിലും രീതിയിൽ സഹായം നൽകുന്നവരെ യുദ്ധപങ്കാളികളായി കരുതുമെന്നായിരുന്നു ഇറാന്റെ പ്രതികരണം. യുദ്ധം ആരംഭിച്ചതിനു ശേഷം ടീപോട്ട് റിഫൈനറികൾ എന്ന് വിളിക്കപ്പെടുന്ന നിരവധി എണ്ണ ശുദ്ധീകരണശാലകൾക്കെതിരെ അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കിഴക്കൻ ചൈനയിലെ ഷാൻഡോങ് പ്രവിശ്യയിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ ഉടമസ്ഥതയിലുള്ള ചെറുകിട എണ്ണ ശുദ്ധീകരണശാലകളെയാണ് ടീപോട്ട് റിഫൈനറികൾ എന്ന് വിളിക്കുന്നത്. ഇറാനിൽ നിന്നുള്ള എണ്ണയുടെ ഏറ്റവും വലിയ വാങ്ങലുകാരാണ് ചൈനീസ് കമ്പനികൾ. ചൈനയുടെ ഈ ഇടപാടുകളെ ട്രംപ് ലക്ഷ്യമിടുന്നതായി സൂചനയുണ്ട്. കാരണം ഇറാന്റെ സാമ്പത്തിക വരുമാനത്തിന്റെ പ്രധാന ഉറവിടങ്ങളിൽ ഒന്നാണ് ഈ എണ്ണ കയറ്റുമതി. എന്നാൽ അമേരിക്കൻ ഉപരോധ നടപടികളെ വകവയ്ക്കേണ്ടതില്ലെന്ന ഉപദേശമാണ് ചൈന കമ്പനികൾക്ക് നൽകിയിരിക്കുന്നത്. അമേരിക്കൻ ഉപരോധത്തെ എത്ര കണ്ട് പ്രതിരോധിക്കാനാകുമെന്നത് വ്യക്തമല്ല. അതേസമയം പുതിയ പ്രഖ്യാപനങ്ങൾ ഇറാനെ കൂടുതൽ സാമ്പത്തിക ഞെരുക്കത്തിലേക്ക് നയിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നതും. അതിനിടെ ഇറാനുമായുള്ള സമാധാന ചർച്ചകൾക്കുള്ള സാധ്യത മങ്ങി നിൽക്കുമ്പോൾ ഹോർമുസ് കടലിടുക്ക് അമേരിക്കയുടെ പുതിയ ടെറിട്ടറിയാണെന്നാണ് പ്രസിഡന്റ് ട്രംപ് വ്യക്തമാക്കുന്നത്. ഹോർമുസിനെ അമേരിക്കൻ ടെറിട്ടറിയായി പ്രഖ്യാപിക്കുമെന്ന് ട്രംപ് കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞിരുന്നു. ഹോർമുസിന്റെ സമ്പൂർണ്ണ നിയന്ത്രണം അമേരിക്കയ്ക്കാണെന്ന് ട്രംപ് അവകാശപ്പെടുന്നു. എന്നാൽ അമേരിക്കയാണ് പശ്ചിമേഷ്യയിലെ സ്ഥിതി വഷളാക്കിയതെന്നും സമാധാന കരാർ ലംഘിച്ചതാണ് എന്നുമാണ് ഇറാൻ വാദിക്കുന്നത്. ഹോർമുസ് കടലിടുക്ക് അടഞ്ഞു തന്നെ കിടക്കുമെന്ന് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബഗേർ ഖാലിബാഫ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഹോർമുസ് കടലിടുക്ക് തുറക്കുന്നത് സംബന്ധിച്ച് ഒമാനുമായി മാത്രമാണ് ഇപ്പോൾ ഇറാന്റെ ചർച്ച. അമേരിക്കയുമായി ചർച്ചയ്ക്കില്ലെന്ന് വ്യക്തമാക്കിയിട്ടുമുണ്ട്. ഇതേസമയം ഇറാനുമായി ചേർന്ന് ഡീലുണ്ടാക്കാനാണ് ഒമാൻ ശ്രമിക്കുന്നതെങ്കിൽ ഒമാനെയും ബോംബിട്ട് തകർക്കുമെന്ന് ട്രംപ് ഭീഷണി മുഴക്കുകയും ചെയ്തു. ഒമാനും ഇറാനും മധ്യേയുള്ള കടലിടുക്കാണ് ഹോർമുസ്. ഹോർമുസിന്റെ പൂർണ്ണ അധികാരം ഇറാനാണെന്നാണ് ഖാലിബാഫ് പറയുന്നത്. ഹോർമുസിൽ ഇറാന്റെ കപ്പലുകളെ തടയുന്ന നടപടിയിൽ നിന്ന് അമേരിക്ക പിന്മാറണമെന്നും ഖാലിബാഫ് ആവശ്യപ്പെടുന്നു. എന്നാൽ ഇറാൻ കീഴടങ്ങാൻ തയ്യാറാകണമെന്നാണ് ട്രംപിന്റെ ആവശ്യം. ഹോർമുസ് കടലിടുക്ക് അന്നും ഇന്നും എന്നും ഇറാന്റെ സ്വന്തമാണെന്നും ഇറാന്റെ അനുമതിയില്ലാതെ ഒരു കപ്പലും ആ വഴി കടക്കില്ലെന്നും യുദ്ധത്തിൽ തോറ്റത് അമേരിക്കയാണെന്നും ഇറാൻ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി കാസിം ഖാരിബാദിയും വ്യക്തമാക്കിയിട്ടുണ്ട്. ഹോർമുസ് കടലിടുക്ക് തുറക്കണോ അടയ്ക്കണോ എന്ന് ഇറാനാണ് തീരുമാനിക്കുന്നത്. അമേരിക്ക തോൽവി സമ്മതിക്കുന്നതിന് അനുസരിച്ചായിരിക്കും അക്കാര്യത്തിൽ ഇറാന്റെ തീരുമാനമെന്നും കാസിം ഖാരിബാദി പറഞ്ഞു. ഹോർമുസ് പ്രതിസന്ധിയെ തുടർന്ന് ക്രൂഡ് ഓയിൽ വില ഉയരുകയാണ്. ബ്രെന്റ് ക്രൂഡ് വില ബാരലിന് 0.6% ഉയർന്ന് $90.48. US ക്രൂഡ് വില 1.3% വർദ്ധിച്ച് $85.66. എണ്ണവില കുതിക്കുന്നത് ഇന്ത്യക്ക് കനത്ത തിരിച്ചടിയാണ്. ഉപഭോഗത്തിന്റെ 90% ക്രൂഡ് ഓയിലും ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യ. പെട്രോൾ, ഡീസൽ, LPG, CNG വിലകൾ കൂടാൻ ഇതിടയാക്കും. മലയാളി വാർത്ത ഇൻസൈഡ്.